ബിഷപ്പ് മാർ തോമസ് എലവനാൽ 1950 മാർച്ച് 28 കേരളത്തിലെ കോട്ടയം ജില്ലയിലെ മുത്തൂലി എന്ന ഗ്രാമത്തിൽ എലവനാൽ സക്കറിയാസിന്റെയും ത്രേസ്യയുടെയും മകനായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം പിന്നീട് MCBS മൈനർ സെമിനാരിയിൽ ചേർന്നു. ശേഷം 1975 താമരശ്ശേരി രൂപത പ്രഥമ ബിഷപ്പായ മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരയിൽ നിന്നും വൈദിക പട്ടം സ്വീകരിക്കുകയും പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആരാധനക്രമത്തിൽ ലൈസൻസിയേറ്റും റോമിലെ സെന്റ് തോമസ് അക്വിനാസ് പൊന്തിഫിക്കൽ സർവകലാശാലയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കി. പിന്നീട് ആലുവായിലെ MCBS സെമിനാരിയുടെ റെക്ടറായും കോൺഗ്രിഗേഷൻ അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറലായും 1995 സുപ്പീരിയർ ജനറലായും തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 1996 അദ്ദേഹം കല്യാണിലെ ബിഷപ്പായി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും 1997 ഫെബ്രുവരി 8 കല്യാൺ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 100,000-ലധികം കത്തോലിക്ക കുടിയേറ്റക്കാർ താമസിക്കുന്ന കല്യാൺ രൂപതയുടെ ഇടയനായി അദ്ദേഹം വാഴിക്കപ്പെട്ടു. മുംബൈ, പൂനെ, നാസിക് തുടങ്ങിയ നഗരങ്ങളിൽ ജീവിത സാഹചര്യങ്ങളാൽ കുടിയേറിപ്പാർക്കപ്പെട്ട ക്രൈസ്തവർക്കായി രൂപപ്പെട്ടതാണ് കല്യാൺ രൂപത. കുടിയേറിപ്പാർത്ത സിറോ മലബാർ സഭാ വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസവും പാരമ്പര്യങ്ങളും നിലനിർത്തുവാനും പരിപോഷിപ്പിക്കുവാനും വേണ്ടി ഒരു രൂപത സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നപ്പോൾ ഏറെ നാളത്തെ ശ്രമഫലമായി 1987 മെയ് 28 ഇന്ത്യയിലെ ബിഷപ്പുമാർക്ക് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ സുപ്രധാന കത്തിൽ സിറോ മലബാർ രീതിയിലെ ഒരു രൂപത സ്ഥാപിക്കുന്നതിന് ആവശ്യമായ സാഹചര്യം പക്വത പ്രാപിച്ചതായി കണക്കാക്കപ്പെടുന്നുവെന്ന് പ്രസ്താവിച്ചു. 1988 ഏപ്രിൽ 30 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സിറോ മലബാർ കത്തോലിക്കർക്കായി കല്യാൺ രൂപത സൃഷ്ടിക്കുകയും ആദ്യ ബിഷപ്പിനെ നിയമിക്കുകയും ചെയ്തു. കല്യാൺ രൂപതയുടെ അധികാരപരിധി മഹാരാഷ്ട്രയിലെ 15 സിവിൽ ജില്ലകളിൽ പ്രവർത്തിക്കുന്നു. 1988 ഓഗസ്റ്റ് 24 ബോംബെയിലെ മാട്ടുങ്കയിലുള്ള ഡോൺ ബോസ്കോ ഗ്രൗണ്ടിൽ വെച്ച് കല്യാൺ രൂപത ഉദ്ഘാടനം ചെയ്യപ്പെടുകയും മാർ പോൾ ചിറ്റിലപ്പിള്ളിയെ ആദ്യത്തെ ബിഷപ്പായി നിയമിക്കുകയും ചെയ്തു. ചർച്ച് ഡെസ്ക്, ഷെക്കീന ന്യൂസ്.